BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം നടത്തണം, ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയണം. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കേരള കോൺഗ്രസുകൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഇതാണ്. വൻ തോൽവികൾ പാർട്ടികളിൽ ആഭ്യന്തര പൊരുത്തക്കേടുകൾക്ക് വഴിയൊരുക്കും. അത് പിളർപ്പിനും ഇടയായേക്കാം. കേരള കോൺഗ്രസ് എമ്മിൽ മത്സരിച്ച 12 സീറ്റിൽ കയ്യിലുള്ള 5 നിലനിർത്താനായാൽ മാത്രം പോരാ. ചെയർമാൻ ജോസ് കെ മാണിക്ക് പാലായിൽ തട്ടകം ഉറപ്പിക്കുകയും വേണം. പാലായിൽ വീണ്ടും ഒരു തോൽവി സംഭവിച്ചാൽ അത് കേരള കോൺഗ്രസ് എമ്മിലെ ആഭ്യന്തര ബലത്തിൽ നിർണായകമാകും. പാർട്ടി തീരുമാനിക്കും മുമ്പേ പാലായിലെ സ്ഥാനാർത്ഥി ജോസ് ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ നടപടി ജോസിനെ സ്നേഹിക്കുന്നവർക്ക് അമർഷമുണ്ടായിരിക്കും. ജോസ് പക്ഷേ റോഷിയോട് മൃദു സമീപനമാണ് സ്വീകരിച്ചത്. അതൊരു കലഹ സാധ്യത ഒഴിവാക്കുകയും ചെയ്തു. പാർട്ടിയിലെ ശാക്തിക തുലനാവസ്ഥ നിലനിർത്താൻ രണ്ടുപേരും ജയിക്കണം. എന്നാൽ രണ്ടുപേരും കടുത്ത മത്സരമാണ് നേരിട്ടത്. നിലവിലെ സാഹചര്യത്തിൽ അവരുടെ ഉറപ്പുള്ള സീറ്റ് കാഞ്ഞിരപ്പള്ളി മാത്രമാണ്. റാന്നി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലും കടുത്ത പോരാട്ടമായിരുന്നു. മറുവശത്ത് PJ ജോസഫ് നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് UDF-നുള്ളിൽ സ്വന്തമായൊരു അടയാളപ്പെടുത്തലിന്റെ ആവശ്യകതയുണ്ട്. പഴയ 10 നിന്ന് കോൺഗ്രസ് 2 മടക്കി വാങ്ങിയത് അത്രയൊക്കെ മതിയെന്നൊരു ധ്വനി നൽകിയാണ്. കിട്ടിയ 8-ൽ 7 വരെ ജയിക്കാമെന്നാണ് പാർട്ടിയുടെ കണക്ക്. കൈവശമുള്ള 2-ൽ നിന്ന് എത്ര കൂടുതൽ വന്നാലും അവർക്ക് നേട്ടമാണ്. എന്നാൽ വിജയം തൊടുപുഴയും കടുത്തുരുത്തിയും മാത്രമായി പരിമിതിപ്പെടുത്താൽ മുന്നണിയിലെ വിഹിതം കുറയും. പാർട്ടിയുടെ അമരത്തേക്ക് കടന്നു വരുന്ന അബു ജോൺ ജോസഫിന് ഫലം പ്രധാനമാണ്. അതേസമയം ഗണേഷ് കുമാറിനും അനൂപ് ജേക്കബിനും വിജയം സ്വന്തം പാർട്ടിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം 6.84 ലക്ഷം വോട്ടാണ് നേടിയത്. കേരള കോൺഗ്രസ് 5.54 ലക്ഷം വോട്ടും ഇടതുമുന്നണിക്ക് ഐക്യമുന്നണിയേക്കാൾ 12 ലക്ഷം വോട്ടായിരുന്നു കൂടുതൽ. കേരള കോൺഗ്രസുകളുടെ വോട്ട് വിഹിതം ഫലത്തിൽ എത്ര നിർണായകമാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 8-ൽ 7 സീറ്റ് വരെ ജയിക്കണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലെന്നും കേരള കോൺഗ്രസിന്റെ പ്രസക്തി അടിവരയിട്ട് തെളിയിക്കുമെന്നും വർക്കിംഗ് ചെയർമാൻ PC തോമസ് പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളോടെ കേരള കോൺഗ്രസ് എം മുന്നേറുമെന്ന് ഉന്നതാധികാര സമിതി യോഗം ചീഫ് വിപ്പുമായ ഡോക്ടർ N ജയരാജ് പറഞ്ഞു. വൻ തോൽവികൾ ഉണ്ടായാൽ പാർട്ടികളിൽ ആഭ്യന്തര പൊരുത്തക്കേടുകൾക്ക് കാരണമാകാം. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.